റമദാൻ വ്രതകാലം സൗഹൃദത്തിൻ്റെ പുണ്യകാലമാണ്. ജാതിമത ഭേദമില്ലാതെ മനുഷ്യർ പരസ്പരം ചേർത്ത് നിർത്തുന്ന കാരുണ്യത്തിൻ്റെ കാലം. ഗൾഫ് രാജ്യങ്ങളിലെ ഇഫ്താർ സംഗമങ്ങൾ ഇത്തരം സന്ദേശമാണ് നൽകുന്നത്. മനുഷ്യർ വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും സമന്മാരാണെന്ന ഓർമ്മപ്പെടുത്തും. മനസ്സും ശരീരവും ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ മനുഷ്യരിലെ ദൈവാംശം കൂടും. പൂർണ്ണതയിലെത്താൻ ശ്രമിക്കുന്ന ദൈവത്വമാണ് മനുഷ്യത്വമെന്ന കവിവചനം അങ്ങനെ സത്യമാകും. ആത്മസമർപ്പണത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഈ കാഴ്ചകളാണ് റമദാനിലെ ഏറ്റവും വലിയ സന്ദേശം. വ്രതമെടുക്കുന്നതിന് നോമ്പ് തുറക്കാനുള്ള സൗകര്യമൊരുക്കുക, വെള്ളവും ഭക്ഷണവും നൽകി വയറു നിറയ്ക്കുന്നതിനൊപ്പം സ്നേഹത്തോടെ ചേർത്ത് നിർത്തി മനസ്സും നിറയ്ക്കുക. വിശക്കുന്നവന് ഭക്ഷണം നൽകലാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം. നമ്മുടെ ഹാപ്പിനെസ് ടീം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു പ്രവർത്തനമാണ് അവരിവിടെ കാഴ്ചവെക്കുന്നത്. ഇതിനോട് സഹായിക്കുന്ന എത്രയോ നല്ല ആളുകളുണ്ട്, ബിസിനസ്സുകാരായ പ്രമുഖരുണ്ട്. ഇത് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം സജ്ജീകരണങ്ങൾ ഇതിനാവശ്യമാണ്. അതിനാവശ്യമായ വിഭവങ്ങൾ, അതിനാവശ്യമായ മറ്റു സൗകര്യങ്ങൾ അതൊക്കെ ഇവിടെ KMCCയോടൊപ്പം സഞ്ചരിക്കുന്ന, KMCCയെ വിശ്വസിക്കുന്ന കുറേ ജനസമൂഹം അത് ഞങ്ങൾക്ക് എക്കാലത്തും ഒരു വലിയ ഒരു പിന്തുണയായിട്ട് നിലനിൽക്കുന്നു. ദുബായിൽ KMCC ഒരുക്കിയ ഇഫ്താർ ടെന്റിലെ കാഴ്ചയാണ് ഇത്. ദിവസവും 2000-ഓളം പേർ ഇഫ്താർ വിരുന്നിനെത്തി സ്നേഹം പങ്കുവയ്ക്കും. ജാതിയോ മതമോ രാജ്യാതിർത്തികളോ ഇവിടെയില്ല. നമ്മൾ ഏകദേശം ഇപ്പോൾ 2000-ന് മേലെ ആളുകൾ ഇവിടെ നോമ്പ് തുറക്ക് വരുന്നുണ്ട്. ആ ആളുകൾ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ഞങ്ങൾ എല്ലാ ഇവിടുത്തെ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 200-ന് മേലെ വളണ്ടിയേഴ്സ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അത് ഒരു മഴവിൽ റെയിൻബോ സ്റ്റൈലിലാണ് ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. 7 കളറിലാണ് അവരിവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ കളറായിരിക്കും അവരെ നോമ്പ് തുറപ്പിക്കാനായിട്ട് ഇവിടെ വളണ്ടിയേഴ്സ് സജ്ജമായിരിക്കുക. 2012 മുതൽ ദുബായ് KMCC ഇത്തരത്തിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നുണ്ട്. ഷാർജയിലുമുണ്ട് KMCCയുടെയും ഇൻകാസിന്റെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഇഫ്താർ സംഗമങ്ങൾ. ആയിരക്കണക്കിന് പേരെയാണ് പ്രവാസി കൂട്ടായ്മകൾ അന്നമൂട്ടുന്നത്. ഗൾഫിലെ ഭരണകൂടങ്ങൾ ഇവർക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കുന്നുമുണ്ട്. നമ്മുടെ UAE ഗവൺമെൻറ് ഞങ്ങൾക്ക് നൽകുന്ന സഹായവും അനുമതിയും അവിടെ സഹായ സഹകരണവും, അതുകൂടാതെ സാധാരണക്കാരായ KMCC പ്രവർത്തകരും ഇവിടുത്തെ വ്യവസായ പ്രമുഖരും നമ്മുടെ എല്ലാവിധ സഹപ്രവർത്തകരും നൽകുന്ന സഹായ സഹകരണമാണ് ഞങ്ങൾ അനുദിനം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വ്യത്യസ്ത രാജ്യക്കാരായ ആൾക്കാരാണ് നമ്മുടെ നോമ്പിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് അറബ്സ് ഉണ്ട്, ഈജിപ്ഷ്യൻ, അതുപോലെ തന്നെ മറ്റു പാകിസ്ഥാനി, അതുപോലെ തന്നെ മലയാളികൾ എല്ലാം കൂടുന്ന ഒരു മൊത്തത്തിലൊരു സമൂഹ നോമ്പ് തുറക്ക് വേണ്ടി ആവശ്യമുള്ള ഒരു സമൂഹങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നോമ്പ് തുറയാണ് KMCC ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. UAE-യിലെ വിവിധ മതപണ്ഡിതർ റമദാൻ സന്ദേശം നൽകാൻ ഇങ്ങനെയുള്ള വേദികളിലെത്തും. കേരളത്തിൽ നിന്നുമുള്ള രാഷ്ട്രീയ നേതാക്കളും പ്രവാസികൾക്കൊപ്പം ഇഫ്താർ വിരുന്നിൽ സജീവമാണ്. ആ കാലത്ത് കയ്യിൽ പൈസ ഒന്നുമില്ലാതിരുന്ന ആ കാലത്ത് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടുള്ളത് സൗദി അറേബ്യയിലെ റിയാദിലെ പള്ളികളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് എഴുതിയിട്ടുണ്ട്. എൻ്റെ കൊല്ലത്തുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സാബു അബ്ദുൾ റഷീദ്, അവൻ എല്ലാ ദിവസവും എനിക്കുള്ള ഭക്ഷണം പള്ളിയിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു. ആ ഭക്ഷണം കഴിച്ചിട്ടാണ് 1 മാസത്തോളം ഞാൻ തള്ളി നീക്കിയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റികൾ, മതകാര്യ വകുപ്പ്, പോലീസ്, സർക്കാരിന്റെ മറ്റ് വകുപ്പുകൾ എന്നിവയുടെയെല്ലാം പിന്തുണയോടെയാണ് ഇഫ്താർ ടെന്റുകൾ ഓരോ സംഘടനകളും ഒരുക്കുന്നത്. ജോലി കഴിഞ്ഞാണ് റമദാൻ ടെന്റിലെ സന്നദ്ധ സേവനം. മറ്റുള്ളവർക്ക് നോമ്പ് തുറക്കാൻ സൗകര്യം ചെയ്യുമ്പോൾ ജോലിയുടെ ക്ഷീണമെല്ലാം ഇവർ മറക്കും. എത്ര ആളുകൾ വന്നാലും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വിങ്ങാണ് ദുബായ് KMCCയുടെ ഹാപ്പിനെസ് വിങ്. ഏകദേശം ഒരു ദിവസം 100-ൽ പരം ഹാപ്പിനെസ് വിങ്ങിൻ്റെ പ്രവർത്തകർ വന്ന് നേരത്തെ 2 മണി മുതൽ വന്ന് വൈകുന്നേരം 8 മണി വരെ ഇശാ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാം നീക്കിയതിന് ശേഷമാണ് ഇവിടുന്ന് പോകാറുള്ളത്. സാധാരണ നമ്മൾ കാറ്ററിംഗ് ആണ്, ഈ പ്രാവശ്യം കാറ്ററിംഗ് അല്ല, നമ്മൾ സ്വന്തം കിച്ചൺ തന്നെ സ്വന്തം ആളുകളെ വെച്ചുകൊണ്ട് ഡയറക്റ്റ് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ആ രീതിയിലുള്ള വളരെ
നല്ല ഭക്ഷണമാണ് നമ്മൾ കൊടുക്കാൻ കഴിയുന്നത്. ദുബായിൽ വന്ന മുതൽ തന്നെ KMCCയിൽ വന്ന മുതൽ തന്നെ അവർ സേവനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ എക്സ്പീരിയൻസും പിന്നെ അവർക്ക് പഠിച്ചം കൊടുക്കുന്ന ഒരു കോൺഫിഡൻറ്റും അതാണ് ഈ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഇറങ്ങുന്നത്. എല്ലാവരും ഇവിടെ ലീഡറെന്നോ അങ്ങനെ ഒരു പക്ഷമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് കൊണ്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെയുള്ള ടെന്റുകളിലും പള്ളികളിലും മാത്രം ഒതുങ്ങുന്നതല്ല ഗൾഫിലെ ഇഫ്താർ സംഗമങ്ങളും വിരുന്നുകളും. ലേബർ ക്യാമ്പുകളിൽ, ചെറിയ കുടുംബ കൂട്ടായ്മകളിൽ, സൗഹൃദ കൂട്ടായ്മകളിലെല്ലാം ഇഫ്താർ വിരുന്നും സ്നേഹ സംഗമങ്ങളും ഉണ്ടാകും. കേരളത്തിന് പുറത്തെ ഏറ്റവും വലിയ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 6 വർഷത്തോളമായി ലക്ഷക്കണക്കിന് പേർക്ക് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ദുബായിലെ വനിതകളുടെ ലേബർ ക്യാമ്പിലടക്കം അക്കാഫ് അസോസിയേഷൻ ഇത്തവണ ഇഫ്താർ കിറ്റുകളുമായി എത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സുന്ദര നിമിഷമാണിത്. കോളേജ് അലുമിനികൾ എന്നും നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അതിൻ്റെ ഒരു തുടക്കമായിട്ട് തന്നെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ 3.5 ലക്ഷം ഫുഡ് കിറ്റുകൾ കൊടുക്കാൻ സാധിച്ചു. ഈ വർഷം അതിലും ക്രോസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. നൂർ ദുബായ് ഫൗണ്ടേഷൻ ഗവൺമെൻറ്റിൻ്റെയാണത്. ഗവൺമെൻറ്റിൻ്റെ നൂർ ദുബായ് ഫൗണ്ടേഷനായിട്ട് നമ്മൾ ചേർന്ന് ഈ റമദാൻ മാസത്തിൽ 7 ക്യാമ്പുകളിൽ ഫ്രീ ഐസ് സ്ക്രീനിങ് നടത്തുന്നുണ്ട്. അത് മാത്രമല്ല എന്തെങ്കിലും കാഴ്ചയ്ക്ക് പരിമിതി ഉള്ളവർക്ക് നമ്മൾ റീഡിംഗ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അത് മാത്രവുമല്ല, നമ്മൾ സർജറി ആവശ്യമുള്ളവർക്ക്, എന്തെങ്കിലും കണ്ണിൻ്റെ പ്രശ്നമുണ്ടായിട്ട് സർജറി ആവശ്യമുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് സർജറി ചെയ്യുന്നുണ്ട്. നോമ്പുതുറ വിഭവങ്ങളിലൂടെ മനസ്സു തുറന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവാസി കൂട്ടായ്മകൾ. പാർക്കുകളിലും റെസിഡൻഷ്യൽ അസോസിയേഷനുകളിലുമെല്ലാം ഇങ്ങനെയുള്ള സ്നേഹ സംഗമങ്ങൾ കാണാം. ദുബായിലെ വനിതാ കൂട്ടായ്മയായ വുമൻസ് ഹാപ്പിനെസ് ആൻഡ് സോഷ്യൽ വെൽഫെയർ സംഘം വീടുകളിൽ തയ്യാറാക്കിയ ഭക്ഷണം പങ്കുവച്ചാണ് സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. ഞങ്ങൾ ലേഡീസ് എല്ലാവരും ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. ഇനി എല്ലാവരും വരാനുണ്ട്. അപ്പോൾ ഇഫ്താർ സെലിബ്രേഷൻ ആണ്. We Women's Happiness and Social Welfare UAE team have gathered here to celebrate an iftar tradition with a group of passionate ladies from different religious backgrounds. WHSന്റെ ഇഫ്താറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. We not only celebrate Ramadan but also Christmas celebrations, Eid, New Year's, etc. The main aim of the WHS is Women's Happiness and Social Welfare. ഇത്തരം ചെറിയ കൂട്ടായ്മകൾക്കൊപ്പം ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഇഫ്താർ സംഗമങ്ങളുമുണ്ട്. 8,000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഇഫ്താർ വിരുന്ന്. ഗൾഫിൽ ഒരു പ്രവാസി സംഘടനയൊരുക്കുന്ന ഏറ്റവും വലിയ ഇഫ്താർ വിരുന്നായിരുന്നു ഷാർജയിലേത്. അടുത്ത റമദാൻ വരെയുള്ള ജീവിതത്തിന് ഈ സംഗമങ്ങൾ കരുത്തും വഴിവിളക്കുമാകും.